ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർക്കോസ് 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ഈ തിരുവചനത്തിനോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അകം ശുദ്ധമായാൽ ആയിരിക്കുന്നിടവും അഴകുള്ളതാകും. കർത്താവിൻ്റെ കൃപയും നമ്മുടെ പരിശ്രമവും ഉണ്ടെങ്കിൽ ഏത് തിന്മയെയും പിഴുതെറിയുവാനാകും. മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റി നമ്മുടെ നാൾ വഴികളെ നക്ഷത്രദീപ്തമാക്കുക. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുവാൻ കൃപയേകണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.